ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പിങ്കി പറയും, ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ എന്തൊരു സന്തോഷത്തിനും വിജയത്തിനും തോൽവിക്കും പിന്നിൽ ഒരു സ്ത്രീയുണ്ട്. അതാണ് പണ്ടാരോ പറഞ്ഞതാണ്, അതന്നെ ഇവിടെയും പറയൂട്ടോ. ഗൗതമിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് കാരണം ഒരു പെണ്ണ് തന്നെയാണ് ഇപ്പോഴും പറയൂട്ടോ. അപ്പോൾ ലക്ഷ്മി പറയും, എന്തിനാ പിങ്കി നിങ്ങൾ ഇങ്ങനെ ആ പാവം നന്ദയെ കുറ്റപ്പെടുത്തുന്നത്? വന്ന് കയറി അന്ന് മുതൽ അവൾക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുത്തില്ല. അവൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, എന്തിനാ അവളെ ഇങ്ങനെയൊക്കെ പറയുന്നേ പറയും. അപ്പോൾ പിങ്കി പറയും, അവളല്ലെങ്കിൽ പിന്നെ പിന്നെ എന്തിനാ ഗൗതം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ മോഹിനിച്ചെരുവും പറയും, അവനിപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല. വന്ന് കയറി അന്ന് മുതൽ തന്നെ അവൾ നന്ദ എന്ന് പറയും. അപ്പം പവിത്ര പറയും, ഇന്നലെ രാത്രി ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വെള്ളം എടുക്കാൻ വന്ന് നോക്കുമ്പോഴേ ഗൗതമേട്ടൻ്റെ റൂമിൽ വെളിച്ചുണ്ടായിരുന്നു. ഗൗതമേട്ടന് ഉറക്കം പോലും ഇല്ല ഇപ്പോൾ എന്നിങ്ങനെ പറയും. പിങ്കി പറയും, ലക്ഷ്മിമായി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഗൗതത്തിൻ്റെ മനസ്സും ശാരീരികവുമായ ആരോഗ്യത്തിനെ തന്നെ ഇത് ബാധിക്കും. അപ്പോൾ ചെറിയമ്മ പറയും, പിങ്കി മോള് പറഞ്ഞത് അച്ചട്ടാ പറയും. എന്നിട്ട് പിങ്കി പറയും, അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ വീട്ടിലെ മുതിർന്നവർ തന്നെ അതിന് മുൻകൈ എടുക്കണം. ഏത് ഒരു പ്രശ്നമാണെങ്കിലും ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അത് മരുന്നുകൊണ്ട് മാറില്ല. അതിന് സർജറി തന്നെ വേണ്ടി വരും. അത് ഇത്തിരി വേദനിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, അവൻ്റെ ജീവിതത്തിൽ എന്ത് ദോഷമായ ഒരു അർബുദം എന്താണെന്ന് എനിക്കറിയാം. അത് നിർത്തേണ്ടത് എങ്ങനെയാണെന്നും എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് മതി മൈനർ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അങ്ങോട്ട് പോകും. പിന്നെ കാണിക്കുന്ന കമ്മീഷൻ ഓഫീസിലാണ്. അപ്പോൾ സാറ് പറയും, എന്തായി ഗൗതം, നന്ദയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ, അതിന് നീ റിലീഫായില്ലേ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, അപ്പോൾ സാറ് പറയും, റിലീഫായേ പറ്റൂ, കാരണം തന്നെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണ് ഞങ്ങൾ പറയും. അപ്പോൾ ഇതാരെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ട് ലാപ്ടോപ്പിൽ ഒരു ഫോട്ടോ കാണിക്കും. അപ്പോൾ ഗൗതം പറയും, അറിയാം, ജഗൻ നന്ദലാൽ, ഒരു ഫേമസ് ടെററിസ്റ്റ് അല്ലേ എന്നൊക്കെ പറയും. പോലീസ് പറയും, അതെ, എബിക് ടെററിസ്റ്റ്, തീവ്രവാദം നടത്തിയിട്ട് ഒളിൽ പോകുന്ന ക്രിമിനൽ എന്നൊക്കെ പറയും. ഇപ്പോൾ അയാൾ നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. ക്രിമിനലുകളും ആവാസവ്യവസ്ഥ സ്ഥലമായ ചമ്പൻ കോളനിയിൽ എന്നൊക്കെ പറയും. അവിടേക്കാണ് ഗൗതത്തിനെ ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാൻ നിയമിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം ഓക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് പോകും. അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരും. ചായയായിട്ട് വരുമ്പോൾ, മോനെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ ചോദിക്കും. അപ്പോൾ ഗൗതം അതെ അമ്മയെ പറയും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. പിന്നെ മോനെ, നീ നന്ദമോളെ വിളിച്ചോ? ആ കുഞ്ഞിനെ എല്ലാവരും ഇവിടുന്ന് അപമാനിച്ചിട്ടല്ലേ വിട്ടത്. എന്തായാലും നീ വിളിച്ച ഉടൻ തന്നെ അവൾ വരുമെന്നൊന്നും എനിക്കറിയില്ല. വാശി കണ്ടുപിടിച്ചതാണ് നന്ദ, അതുകൊണ്ട് അവൾ ഒരിക്കലും വരുന്നില്ല. എന്നാലും നീ നിരന്തരം പോയി അവളെ കാണണം. നന്ദ അപ്പോൾ ഗൗതം പറയും, നന്ദ തിരിച്ചു വരും, ഞാൻ അവളെ കൊണ്ടുവരും. അവൾക്കൊരു ചെറിയ പിണക്കമല്ലേ അമ്മ എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, അത് മാറും മോനെ, പിണക്കല്ല, അത് സ്നേഹമാണ് എന്നൊക്കെ പറയും. ലക്ഷ്മി പറയും, ആ മനസ്സ് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും മോനെ. അവൾക്ക് നിന്നെ ജീവന് തുല്യം ഇഷ്ടമാണ് എന്നൊക്കെ പറയും. അവൾ തിരിച്ചു വരും മോനെ, നീ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറയും. അവൾക്ക് നിന്നെയും ഇഷ്ടമാണ്, അതുപോലെ തന്നെ നിനക്ക് അവളോടും ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇനി അവൾ വന്നില്ലെങ്കിൽ പോലും ഞാൻ അവളെ കൊണ്ടുവരും. അവളുടെ വീട് എവിടെ മോനെ, അവൾ എവിടെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, വേണ്ട അമ്മേ, അമ്മ പോണ്ട, ഞാൻ അമ്മയുടെ നന്ദമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം മേടിക്കും. ഇന്നെന്താ മോനെ ഒരു പതിവില്ലാതെ ഒരു അനുഗ്രഹമൊക്കെ, എന്താന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, എൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ എനിക്ക് സമയമൊന്നുണ്ട്, എപ്പോൾ വേണം തോന്നുന്നു അപ്പോൾ ഞാൻ അനുഗ്രഹം മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവും. അപ്പോൾ ലക്ഷ്മി നെറ്റിയിലൊരു ഉമ്മൊക്കെ കൊടുക്കും ഗൗതത്തിൻ്റെ. എന്നിട്ട് അവർ രണ്ടാളും ഹാളിലേക്ക് പോവും. പിന്നെ കാണിക്കുക, ഹോളിൽ വല്യമ്മ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് പറയും, അന്ന് ഈ കുടുംബത്തിൽ നന്ദ കാട്ടിക്കൂട്ടിയ കോലാഹലം ഇത്ര പെട്ടെന്ന് മറക്കാൻ ഗൗതത്തിന് കഴിഞ്ഞോ ചോദിക്കും. അപ്പം അച്ഛൻ പറയും, അത് അവൻ മാത്രമേ മറന്നിട്ടുള്ളൂ, നമ്മൾ ആരും മറന്നിട്ടില്ല ഏടത്തി പറയും. അപ്പം മോഹിനി പറയും, ഇക്കാര്യത്തിൽ ഏടത്തി നല്ല കർക്കശമായിട്ടുള്ള ഒരു ഗൃഹനാഥ ആവണം. ആ പെണ്ണിനെ ഇങ്ങോട്ട് കയറ്റുക തന്നെ വേണ്ട, മാപ്പ് കൊടുക്കരുത് പറയും. അപ്പോൾ മാപ്പോ അവൾക്കോ? അതും ഈ അരുന്ധതിയോ കേണൽ മഹാദേവൻ്റെ ഭാര്യയെ അല്ലാതിരിക്കണം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന പിങ്കിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്.
അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും ഗൗതമും വരുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കും, ഇതെന്താടാ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ ചോദിക്കും. അപ്പോൾ വല്യമ്മയും ചോദിക്കും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അതേ പറയും. അപ്പോൾ പിങ്കി ചോദിക്കും, നൈറ്റ് ഡ്യൂട്ടി ആണോ അതോ വേറെ ആരെങ്കിലും കാണാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, ദേ പിങ്കി സൂക്ഷിച്ച് സംസാരിക്കണം പറയും. അപ്പോൾ പ്രിയേച്ചി വരും. ഗൗതം, ഞാൻ നിൻ്റെ ഡ്രൈവറുമായി സംസാരിക്കുകയായിരുന്നു. നീ ഏതോ ഒരു അപകടം പിടിച്ച ഓപ്പറേഷന് പോവുക എന്നാ പറഞ്ഞത് പറയും. അതും ചെമ്പൻ കോളനിയിലേക്കല്ലേ പോണേ പറയും. അപ്പോൾ ലക്ഷ്മി കരഞ്ഞിട്ട് ഓടി വരും. മോനെ, നീ അതിനാണോ പോകുന്നത്? അയ്യോ പോവല്ല മോനെ പറയും. അപ്പോൾ വല്യമ്മ പറയും, വേണ്ട വേണ്ട, എൻ്റെ മോൻ പോവണ്ട, ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു കളിയും വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, അത് ശരി, കേണൽ മഹാദേവൻ്റെ ഭാര്യയാണോ ഇത് പറയുന്നത്? ഇതുപോലുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഞങ്ങളെ പറഞ്ഞയക്കാൻ. അതിനല്ലേ ഞാൻ IPS എടുത്തത് എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, നിൻ്റെ ഒരു പ്രസംഗവും എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്, നീ പോവില്ലേ ഇവിടുന്ന് എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, എന്താ അമ്മ ഇത്, മോനെ, എനിക്ക് എൻ്റെ മോനാണ് വലുത് എന്നൊക്കെ ലക്ഷ്മി പറയും. എന്നിട്ട് പറയും, എന്തോന്നാ മനുഷ്യ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ മോൻ പോകുന്നു പറയും. അപ്പോൾ അച്ഛൻ എണീറ്റ് വന്ന്, മോനെ ഗൗതം, ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാൻ പറയും. അപ്പോൾ ഗൗതം പറയും, ഓ അത് ശരി, ഒരു തീവ്രവാദിയെ പേടിച്ചിട്ട് ഞാൻ മാളത്തിൽ ഒളിക്കണം അല്ലേ പറയും. എന്നിട്ട് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പേര് കിട്ടും അല്ല അച്ഛാ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, അതിനെൻ്റെ കൂടെ കുറേ പേരുണ്ട്, പിന്നെ കുറേ ആയുധങ്ങളും ഉണ്ട് പറയും. ഗൗതം പറയും, എൻ്റെ കൂടെ വൻ തോതിലുള്ള പോലീസ് സന്നാഹങ്ങളുണ്ട്, നിങ്ങൾ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്, തടയല്ല പറയും. ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേണൽ മഹാദേവൻ്റെ കുടുംബം അഭിമാനിക്കല്ലേ വേണ്ടത് പറയും. എന്നിട്ട് ലക്ഷ്മി കിടന്ന് കരയും, പോവല്ലട മോനെ, അമ്മ പറയുന്നത് കേൾക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, എന്നെ തടയല്ല അമ്മേ, അനുഗ്രഹിച്ച് പറഞ്ഞയക്കി പറയും. എന്നിട്ട് ലക്ഷ്മി ഇരുന്ന് കരയും. അപ്പോൾ ഇത് കാണുന്ന പിങ്കിക്കും ഒത്തിരി സങ്കടം വരുന്നുണ്ട്. പിന്നെ കാണിക്കുക നന്ദയാണ് കേട്ടോ. നന്ദ രാത്രി ഇങ്ങനെ പഠിക്കാവും. അപ്പോൾ മായേച്ചി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് പറയും, ഒരു ത്രില്ലിങ് കഥയാട്ടോ ഗൗതം നന്ദ, പിന്നെ ഇടയ്ക്കൊരു പിങ്കി. ഇപ്പോൾ ഗൗതത്തിനോട് അടുക്കാൻ വേണ്ടി നന്ദയുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഗൗതമിൻ്റെ മനസ്സും ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള വികാരം തന്നെ ആയിരിക്കുമെന്ന് പറയും. തൊട്ടടുത്തുള്ളപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ഉള്ളിലുള്ള സ്നേഹം. ഇപ്പോൾ അകന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടാൾക്കും ഉള്ളിലുള്ള വിഷമം താങ്ങാൻ പറ്റാത്തത് എന്നൊക്കെ പറയും. എന്നിട്ട് മായേച്ചി പറയും, ഡോക്ടറായി തീരും വരെയുള്ള ഒരു ഡീൽ, അതാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നല്ലേ നന്ദ പറഞ്ഞത്? അതാണോ നന്ദ? വെറുമൊരു ഡീൽ മാത്രമാണോ നന്ദ? അങ്ങനെയല്ല, നന്ദയുടെ മുഖം തന്നെ അത് തെളിച്ച് കാണിക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് മായേച്ചി പറയും, നന്ദ, നീ പോലും അറിയാതെ നീ ഗൗതമിനെ പ്രണയിക്കുന്നു പറയും. അപ്പം നന്ദ പറയും, ഇല്ല ഇല്ല മായേച്ചി പറയും. എന്നിട്ട് മായേച്ചി പറയും, അത് വെറുമൊരു പ്രണയമല്ല, നീ ഗൗതത്തിൻ്റെ അഡിക്റ്റാണ് നന്ദ എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, ഞാൻ കിച്ചണിൽ പോവട്ടെ, രാധികേച്ചി അവിടെ പാടുപെടുക എന്നൊക്കെ പറയും. അപ്പോൾ ഇരുന്ന് നന്ദ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിക്കും. നന്ദയ്ക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി വിഷമമാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിൽ പിങ്കി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നടക്കൂട്ടോ. അപ്പം ഇങ്ങനെ ലക്ഷ്മി സങ്കടത്തോടെ പറഞ്ഞയച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് പവിത്ര വരിക. അതേ പിങ്കി ചേച്ചി, വല്യമ്മയും ചെറിയമ്മയും പൂജാമുറിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥന തന്നെയാണ് പറയട്ടോ. അപ്പോൾ എന്തിനാ ഇവരിങ്ങനെ പേടിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി പറയും, എൻ്റെ പവിത്രേ, അതൊരു കൊടും ഭീകരനാണ്, ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു എന്ന് പറയട്ടോ. പണ്ട് ഒരു ഏറ്റുമുട്ടലിൽ 2 പോലീസുകാരെ കൊന്നിട്ടാണ് അയാൾ പോയിരിക്കണേ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പവിത്ര പറയും, എങ്കിലൊരു കാര്യം ചെയ്യ്, പിങ്കി ചേച്ചി ഗൗതമേട്ടനെ വിളിച്ചോളൂ പറഞ്ഞിട്ട് ഫോണ് കയ്യിൽ കൊടുക്കുന്നു. പിങ്കി ഇങ്ങനെ ഫോൺ വിളിക്കും, പക്ഷേ ഫോണ് റിങ്ങി ഉണ്ടാകുന്നുണ്ടാവും, എടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പവിത്ര പറയും, എന്തായാലും പിങ്കി ചേച്ചി താഴെ പൂജാ റൂമിൽ വന്നിട്ട് പ്രാർത്ഥിച്ചോളൂ, ഇടയ്ക്കിടയ്ക്ക് ഫോണും വിളിക്കുക, മെസ്സേജും അയയ്ക്കുക. അപ്പോൾ ഗൗതമേട്ടന് തോന്നും, എൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്കും വിഷമമുണ്ടല്ലേ പിങ്കിക്ക് എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ കേട്ടിട്ട് പിങ്കിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നും. അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളൊരു ഇതും വരും. എന്നിട്ട് പവിത്ര പറയും, എന്തായാലും ആ നന്ദ ഇതൊന്നും അറിഞ്ഞു കാണില്ല, കിടന്നുറങ്ങുമായിരിക്കും എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുക നന്ദ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കുകയായിരിക്കും, ഇടയ്ക്ക് ഉറങ്ങുന്നുണ്ടാവും. അപ്പം മായേച്ചി വരും. മായേച്ചി പറയും, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ നന്ദേ പറയും. അപ്പം ഇല്ല, കുറേ പഠിക്കാനുണ്ട് പറയും. എന്നാൽ പഠിച്ചോ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോഴാവും മായേച്ചി ഫോണിൽ ന്യൂസ് ഇങ്ങനെ കാണുന്നുണ്ടാവുക. അപ്പോഴാവും ചെമ്പൻ കോളനിയിൽ ഒരു പുതിയ ദൗത്യമുണ്ട്, ടെററിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അതിന്
നേതൃത്വം കൊടുക്കുന്നത് ഗൗതം IPS ആണ് എന്നൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നന്ദ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്